നമസ്കാരം. എങ്ങനെയാണ് സ്ലൈഡിൻ്റെ ഡിസൈൻ മാറ്റുക, അതായത് ബാക്ക്ഗ്രൗണ്ട് മാറ്റുക എന്നാണ് ഈ വീഡിയോയിലൂടെ അടുത്തത് പറയുന്നത്. പവർ പോയിന്റ് പ്രസൻറ്റേഷൻ്റെ ഇതുവരെയുള്ള 3 വീഡിയോകൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഓരോ സ്ലൈഡിനും പ്രത്യേക ഡിസൈൻ എങ്ങനെ നൽകുമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഏത് സ്ലൈഡാണോ ഡിസൈൻ മാറ്റേണ്ടതെന്ന് വെച്ചാൽ ആ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ഡിസൈൻ എന്ന ഓപ്ഷനിൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽസ് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽസിൽ ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏത് വേണം, സോളിഡ് ഫിൽ, അതായത് ഒരു കളർ മതിയെങ്കിൽ, നിശ്ചിത കളർ മതിയെങ്കിൽ സോളിഡ് ഫിൽ കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഏത് കളറാണോ വേണ്ടത് സെലക്ട് ചെയ്യുക. ഇവിടുന്ന് ട്രാൻസ്പെറൻസി അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്ത ഗ്രേഡിയൻ്റ്, അതായത് കളർ മിക്സ് ചെയ്തിട്ട് ഏതൊക്കെ കളർ തമ്മിൽ മിക്സ് ചെയ്തിട്ട് വേണോ, അതായത് ഇങ്ങനെ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ ചൂസ് ചെയ്തൊക്കെ മനസ്സിലാവുന്നതാണ്. ഇവിടെ ലീനിയർ ഓപ്ഷൻ, റേഡിയൽ ഓപ്ഷൻ, റെക്ടാങ്കുലർ ഓപ്ഷൻ ഉള്ളത്, അത് ബാക്ക്ഗ്രൗണ്ടിൽ മാറുന്നത് നമുക്ക് മനസ്സിലാവും. അടുത്തത് പിക്ചർ ഓർ ടെക്സ്റ്റ് ഫിൽ. നമുക്ക് ചിത്രങ്ങൾ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ, ഒരു പ്രത്യേക ചിത്രം ബാക്ക്ഗ്രൗണ്ടിൽ വേണമെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏതാണോ വേണ്ടത് ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പരമാവധി എഴുത്ത് മനസ്സിലാവുന്ന രീതിയിൽ ലൈറ്റായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇൻസേർട്ട് ഫ്രം ഫയൽ, അതായത് ഒരു ചിത്രമാണ് വേണ്ടതെങ്കിൽ ഇൻസേർട്ട് ഫ്രം ഫയൽ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ചിത്രം എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് എല്ലാ സ്ലൈഡിനും വേണമെങ്കിൽ അപ്ലൈ ടു ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പ്രസൻറ്റേഷനിലെ എല്ലാ സ്ലൈഡിലും ഈ കളറ് ആവും. അടുത്ത ചിത്രം വേണമെങ്കിൽ ചിത്രം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏത് വേണമെങ്കിലും റീകളർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിക്ചേഴ്സിൽ ബ്രൈറ്റ്നെസ്, അതിൻ്റെ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പിക്ചേഴ്സിലുണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ ഇത് മതിയെങ്കിൽ അത് നമുക്ക് സേവ് ചെയ്താൽ മതി. ഇവിടെ ക്ലോസ് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവും. ക്ലോസ് ചെയ്താൽ മതി. എല്ലാ സ്ലൈഡിനും വേണമെങ്കിൽ അപ്ലൈ ടു ഓൾ കൊടുത്ത് എല്ലാ സ്ലൈഡിനും ആഡ് ചെയ്യാം. ഇനി അടുത്തതാണ് ഇതിൽ തന്നെ പറയുകയാണ്, ഇതിൽ എങ്ങനെയാണ് നമുക്കൊരു വീഡിയോ ഇൻസേർട്ട് ചെയ്യാം, അതായത് പവർ പോയിന്റ് പ്രസൻറ്റേഷനിൽ എങ്ങനെയാണ് നമുക്കൊരു വീഡിയോ ഇൻസേർട്ട് ചെയ്യാമെന്ന് നോക്കാം. അതിൽ ഇൻസേർട്ട് മെനുവിൽ ഇവിടെ മൂവി എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ മൂവി എന്ന ഓപ്ഷനിൽ മൂവി ഫ്രം ഫയൽ, അതായത് നമ്മുടെ ഒരു വീഡിയോ ജസ്റ്റ് നമ്മൾ എവിടെയാണോ സേവ് ചെയ്ത് വെച്ചില്ല ആ ഫയലിൽ നിന്ന് നമുക്ക് ഇൻസേർട്ട് ചെയ്ത്, ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്, ഹൗ ഡു യു വാണ്ട് ദ മൂവി സ്റ്റാർട്ട് ഇൻ ദ സ്ലൈഡ് ഷോ, അതായത് സ്ലൈഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മൂവി പ്രവർത്തിക്കണോ, അല്ലെങ്കിൽ മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രവർത്തിച്ചാൽ മതിയോ, പ്ലേ ആയാൽ മതിയോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. നമുക്ക് നിങ്ങളുടെ സ്ലൈഡിന് ഏതാണോ ആവശ്യമുള്ളത് ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ വെൻ ക്ലിക്ക് ആയി കൊടുക്കുകയാണ്. അങ്ങനെ മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ പ്ലേ ആവും. അതിനാവശ്യമുള്ള സൈസ് ഇവിടെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും ചെയ്താൽ വീഡിയോ ഇൻസേർട്ടും അതുപോലെ സ്ലൈഡ് കളർ ചേഞ്ച് ചെയ്ത്, അതായത് സ്ലൈഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയുമാണ് സ്ലൈഡിൻ്റെ ലേഔട്ട്. ഏകദേശം ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ചെയ്യാൻ വേണ്ട എല്ലാ ടിപ്സുകളും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത്രയാണ് ഒരു മിനിമം ലെവൽ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ചെയ്യാനുള്ള ഒരു മിനിമം ടിപ്സ്.